ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്രീൻലാൻഡിനേക്കാൾ 1.5 ഇരട്ടി വലിപ്പമുണ്ട് ഇന്ത്യക്ക്. ഗ്രീൻലാൻഡിനേക്കാൾ വലുതാണ് ഇന്ത്യ. കാരണം പിന്നെ മാപ്പിന്റെ പ്രസന്റേഷൻ കൊണ്ടാണ് ആ വലിപ്പം നമുക്ക് തോന്നുന്നതെങ്കിലും അതിന്റെ ജിയോഗ്രഫിക്കൽ ഭാഗം എന്ന് പറയുന്നത് കാനഡയുടെ മുകളിലായിട്ട് റഷ്യക്കടുത്ത് ആർട്ടിക് ഏരിയയിലുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടൊരു സ്ഥലമാണത്. 2ാം ലോകമഹായുദ്ധ കാലത്തൊക്കെ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതിനുശേഷം ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പ്രധാനമായിട്ട് പറഞ്ഞാൽ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 55,000 ആൾക്കാരേ ഉള്ളൂ. 55,000 ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടുത്തെ നമ്മൾ ഒരു ഇൻഡിജിനസ് ബേസ് ആൾക്കാര് 2-3 ഇൻഡിജിനസ് ഗ്രൂപ്പാണ് നോർത്ത് അമേരിക്ക, പ്രത്യേകിച്ച് നോർത്തേൺ എക്സ്ട്രീം നോർത്ത് അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് കാനഡയിലേക്ക് വരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് നേഷൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ്. 10-12 വിഭാഗങ്ങളൊക്കെ ഉണ്ട്. മൊഹാക്ക് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുള്ളത്. പിന്നെ മേറ്റീസ് എന്ന് പറഞ്ഞുണ്ട്. അതുപോലെ ഇനുയിറ്റ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ആ ഇനുയിറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടുത്തെ ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത്. ഈ 55,000 ആൾക്കാരെന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കണം, ഇവരുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് നോർത്തേൺ കാനഡയിൽ നിന്ന് അവരങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇനുയിറ്റ്സിന്റെ ടോട്ടൽ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 55,000 ഇനുയിറ്റ്സ് ഗ്രീൻലാൻഡിലുണ്ട്. പക്ഷെ കാനഡയിൽ 65,000 ഉണ്ട്. കൂടാതെ ഏകദേശം 20,000-ന് മേളില് USA ഭാഗത്തും അമേരിക്കയിലുമായിട്ടും ഉണ്ട്. പിന്നെ ഒരു 10,000, 2,000 ഒക്കെ റഷ്യയിലുണ്ടെന്നും സൈബീരിയൻ സൈഡിലേക്ക് ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഡെൻമാർക്ക് ഈ ടെറിട്ടറിയെ, ഗ്രീൻലാൻഡിനെ അവരുടെ കോളനി ആക്കിയത് 18ാം നൂറ്റാണ്ടിൽ 1700 അവസാന ഭാഗത്തൊക്കെ ആകുന്നത്. പക്ഷെ ഇപ്പൊ ഡെൻമാർക്കിന്റെ ഒരു എത്നിക് ഒരു ഫേസ് നോക്കുകയാണെങ്കിൽ അവർ യൂറോപ്യൻസ്. അപ്പൊ ഇവർ ഇനുയിറ്റ്സ്, അവർ യൂറോപ്യൻസ്. അപ്പം തന്ത്രപ്രധാനമായിട്ട് ബേസിക്കലി കണക്ഷൻ എന്ന് പറയുന്നത് ഇതിന് അമേരിക്കയുമായിട്ടാണ്. അപ്പൊ ഞാൻ അമേരിക്കയിലോട്ട് വരുന്ന അമേരിക്കയ്ക്ക് വേണ്ടി വാദിക്കാനല്ല പറയുന്നത്. എന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് അതിന്റെ ജോഗ്രഫിയും പോപ്പുലേഷനെ അറിയാമെങ്കിൽ ഒരു പ്രധാന ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമല്ലോ. പിന്നെ അമേരിക്കയുടെ ട്രംപിന്റെ ഈ ഗ്രീൻലാൻഡ് വേണം എന്ന വാദം ഈ പ്രാവശ്യം അല്ല കഴിഞ്ഞ പ്രാവശ്യവും ആദ്യത്തെ ടേമിനും കൂടി ഉന്നയിച്ചിരുന്നെങ്കിലും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ഇഷ്ടംപോലെ ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നിരിക്കണമല്ലോ. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണം. അമേരിക്ക ഒരു നെഗോസിയേഷന്റെ ഭാഗത്തേക്കല്ല പറയുന്നത്, ഒരു ഡിമാൻഡായിട്ടാണ് പറയുന്നത് അമേരിക്ക വേണമെന്ന് പറയുന്നത്.